മുഖ്യൻ കേന്ദ്രബിന്ദുവായിരുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് KPCC വർക്കിംഗ് പ്രസിഡന്റും വടകര MP-യുമായ ഷാഫി പറമ്പിൽ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം രാഷ്ട്രീയ കാപട്യമാണെന്നാണ് ഷാഫി പറയുന്നത്. ഭരണം നിലനിർത്താൻ സംസ്ഥാനത്ത് CPM പ്രത്യയശാസ്ത്രം കാറ്റിൽ പറത്തിയെന്നും ഷാഫി കുറ്റപ്പെടുത്തി. ജനം കൈവിട്ടപ്പോൾ ഭക്തരെ കൂട്ടുപിടിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ UDF നിയോജക മണ്ഡലം നടത്തിയ ജനമുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് ഷാഫി ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. മാസങ്ങളായി കോൺഗ്രസിനെ കരിവാരി തേക്കലായിരുന്നു CPM-ന്റെ ഉദ്ദേശം. സ്ത്രീ വിഷയത്തെ കേന്ദ്രീകരിച്ചുള്ള നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെ ഇതിനകം ഷാഫി തുറന്നു കാട്ടിയിട്ടുമുണ്ട്. സ്ത്രീ വിഷയത്തിൽ പ്രതിപക്ഷത്തിനൊരു പ്രഹരമാക്കാമെന്നതിനൊപ്പം ശബരിമലയുടെ വികസനവും സംഗമവും ഒക്കെ പ്രഖ്യാപിച്ച് ഭക്തി വിറ്റ് ആളെ കൂടെ കൂട്ടിയാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനാകുമെന്ന ധാരണ കൂടി മുഖ്യനുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഷാഫി തുറന്നു കാണിച്ചിരിക്കുന്നതും. കേവല ബുദ്ധിയുള്ള ആർക്കും അതൊരു രാഷ്ട്രീയ നാടകം എന്നത് മനസ്സിലാക്കാനാകും. കാരണം ഭക്തിയുടെ സംരക്ഷണം, ഭക്തി കേന്ദ്രങ്ങളുടെ സംരക്ഷണം ഇവ ഒരു വോട്ട് കലവറ തന്നെയാണ്. കേരളത്തിൽ വോട്ടുകൾ കൂടുതലും മറയ്ക്കാനും കഴിയുന്ന ഒരു മേഖലയാണ് വിശ്വാസികളുടേത്. കേരളത്തിലെ ജനസംഖ്യ എടുത്തു നോക്കിയാൽ അതിൽ പകുതിക്ക് മുകളിൽ വരുന്നത് ഹിന്ദു മതവിശ്വാസികളാണെന്ന് പറയാനാകും. ഈ ശ്രദ്ധാ കേന്ദ്രീകരണം തന്നെയാണ് മുഖ്യനെയും പല നേതാക്കളെയും അന്ന് പറഞ്ഞ വാക്കുകളും അന്ന് ചേർത്ത് വെച്ച തീരുമാനങ്ങളും മേൽക്കീഴും മറച്ചതിലേക്ക് നയിച്ചതിനു പിന്നിലെ കാരണവും. സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം ഒരിക്കലും വിശ്വാസികളുടെ സംരക്ഷണമോ മതങ്ങളുടെ പൈതൃകം കാത്തുസൂക്ഷിക്കലോ അല്ല, മറിച്ച് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം സൃഷ്ടിച്ചെടുക്കുന്ന തന്ത്രം മാത്രമാണ്. ഇത്തരത്തിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പല നേതാക്കളുടെയും ഇതിനകം മുഖ്യൻ വലയിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും തനിക്കെതിരെ എയ്യുന്ന അമ്പ് പൂർവാധികം ശക്തിയോടെ തന്നെ ഷാഫി തൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആരുടെയൊക്കെ കപട മുഖങ്ങൾ ഇനി അഴിഞ്ഞു വീഴുമെന്ന് വരും നാളുകളിൽ തന്നെ മനസ്സിലാക്കാം.